ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചുവെന്ന വിവരം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കപ്പെട്ടെന്ന് ആദ്യം പറഞ്ഞത് അമേരിക്കയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവ വികാസമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ യുദ്ധത്തെ പറ്റിയുള്ള എക്സിലെ കുറിപ്പ്. ഈ നിമിഷം വരെയും ആ കുറിപ്പിനെ തള്ളിപ്പറയുവാനോ അങ്ങനെയല്ലെന്ന് പറയുവാനോ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം തയ്യാറായിട്ടുമില്ല. എത്രയോ കോടി ജനത ഇന്ത്യ എന്ന വികാരത്തിൽ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം നോക്കാതെ ഉറച്ചു നിൽക്കുമ്പോഴാണ് എല്ലാത്തിനും ഹൈജാക്ക് ചെയ്തുള്ള അമേരിക്കയുടെ പ്രതികരണം പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആക്രമണം ഇരു രാജ്യങ്ങളും നിർത്തിയെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ പിന്നെയും അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ്. അതായത് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കുവാൻ. യാഥാർത്ഥ്യത്തിൽ പാകിസ്ഥാനെ ചുട്ടുചാമ്പലാക്കുവാൻ കഴിയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ കൈവശമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രാഷ്ട്രം പിന്തുടരുന്ന ചില മൂല്യങ്ങളും ആശയധാരകളും കൊണ്ടാണ് ആരെയും അത്തരത്തിൽ ആക്രമിക്കാത്തത്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ എത്രയോ തവണയാണ് നമ്മുടെ രാജ്യം സംയമനം പാലിച്ചിട്ടുള്ളത്. എന്നിട്ടും അക്രമം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ഇന്നും ഇപ്പോഴും അവർ ആ അതിക്രമങ്ങൾ തുടരുക തന്നെയാണ്. പാകിസ്ഥാൻ അതിക്രമങ്ങൾ പഴയ നിലയിൽ തന്നെ തുടരുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുവാൻ അമേരിക്ക കടന്നു വരുമ്പോഴും ഈ രാജ്യം ഓർക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അമേരിക്കയെ വിറപ്പിച്ച, പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച ഇന്ത്യയുടെ ഒരേയൊരു ഇന്ദിരാഗാന്ധി. 55 വർഷം മുൻപ് പാകിസ്ഥാൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിംഗ് ചീഫും അദ്ദേഹത്തിന് കീഴിലുള്ള 93,000 സൈനികരും ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഉരുക്കുവനിത. 1971 ഡിസംബർ 16 ഉച്ചയ്ക്ക് 4 മണിയോടെ ധാക്ക റെയ്ഡ്സ് കോഴ്സിലുള്ള സൈനിക കേന്ദ്രത്തിൽ വെച്ച് പാകിസ്ഥാൻ ആർമി ഈസ്റ്റേൺ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള നിയാസിയും 93,000 സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയ്ക്കു മുൻപാകെ കീഴടങ്ങിയത് എക്കാലവും ഓർത്തുവെക്കുവാൻ കഴിയുന്ന രാജ്യത്തിന്റെ സുവർണ നേട്ടങ്ങളിലൊന്നാണ്. അന്ന് നിറകണ്ണുകളോടെ ജനറൽ നിയാസി തന്റെ പിസ്റ്റൺ അറോറയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ നാണം കെട്ട കീഴടങ്ങലായിരുന്നു അത്. അന്നത്തെ സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ഇന്നും അഭിമാനം കൊള്ളും. അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ടായ അന്നത്തെ പാക് പട്ടാള നടപടി അതിഭീകരമായിരുന്നു. ആയിരക്കണക്കിന് നിരപരാധികളെ പാക് പട്ടാളം കൊന്നൊടുക്കിയിരുന്നു. അന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയിരുന്നു. അതൊരു ചെറിയ ഒഴുക്കായിരുന്നില്ല. 1971 10 ലക്ഷം പേരാണ് ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ ബംഗ്ലാദേശികളോടുള്ള സഹതാപം അലയടിച്ചു. സൈനിക നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. എന്നാൽ ആലോചിച്ച് നീങ്ങാനായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. പ്രധാനമായും 2 കാര്യങ്ങളിൽ ഇന്ദിര പ്രത്യേകം ശ്രദ്ധിച്ചു. ഒന്ന്, യുദ്ധമുണ്ടായാൽ അത് ഇന്ത്യ തീരുമാനിക്കുന്ന സമയത്തായിരിക്കണം. മഴക്കാലത്ത് ബംഗ്ലാദേശിലെ നദികൾ നിറഞ്ഞൊഴുകും. അത് സേനാ മുന്നേറ്റത്തിന് തടസ്സമാകും. അതുകൊണ്ട് മറ്റൊരു സമയം കണ്ടെത്തണം. മഞ്ഞുകാലമാണ് നല്ലത്. അപ്പോൾ ഹിമാലയൻ പാതകൾ മഞ്ഞ് വീണ് മൂടും. ചൈനക്ക് പാകിസ്ഥാനെ പട്ടാളം അയച്ച് സഹായിക്കാൻ പറ്റില്ല. 2 രാജ്യാന്തര അഭിപ്രായം നിർണായകമാണ്. ഇന്ത്യ അക്രമകാരികളാണെന്ന പ്രചരണം പാകിസ്ഥാൻ നടത്താൻ ഇടയാകരുതെന്നും ഇന്ത്യക്കുണ്ടായിരുന്നു. അഭയാർത്ഥി പ്രശ്നം ഇന്ത്യ രാജ്യാന്തര തലത്തിൽ നന്നായി അവതരിപ്പിച്ചു. രാജ്യാന്തര തലത്തിൽ അനുകൂല വികാരമുണ്ടായി. 71 സെപ്റ്റംബറിൽ ഇന്ദിര സോവിയറ്റ് യൂണിയനിൽ എത്തി. കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ഇന്ത്യയെ പിന്തുണച്ചു. അമേരിക്ക പക്ഷേ പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നത് നിർത്തിയില്ല. ചൈന മുൻപത്തെ പോലെ എതിർപ്പ് തുടർന്നു. അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടൽ നേരിടാൻ ഇന്ത്യ സോവിയറ്റ് സമാധാന കരാർ ഒപ്പിട്ടു. ഇത് ഇന്ദിരയ്ക്ക് ആത്മവിശ്വാസം വലുതായിരുന്നു. നവംബർ മുതൽ എന്തിനും തയ്യാറായി പട്ടാളം നിന്നു. പക്ഷേ ആദ്യ ചുവട് വെക്കാൻ ഇന്ദിര മടിച്ചു. അപ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്. അതിർത്തിയിലുള്ള ഇന്ത്യൻ എയർഫീൽഡുകൾ പാക് സേന ആക്രമിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ചോർത്താനും UN ഇടപെടൽ ഉണ്ടാക്കാനുമായിരുന്നു ആ ശ്രമം. പക്ഷേ ആ ശ്രമം പാളിപ്പോയി. ഇന്ത്യൻ പട്ടാളം 11 ദിവസത്തിനകം ധാക്ക വളഞ്ഞു. എല്ലാം ഇന്ത്യ ആസൂത്രണം ചെയ്ത പോലെ തന്നെ നടന്നു. പാകിസ്ഥാൻ കീഴടങ്ങുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ കിണഞ്ഞു പരിശ്രമിച്ചു. അമേരിക്കയെ ആക്രമി രാജ്യമായി പ്രഖ്യാപിച്ചു. എല്ലാ സാമ്പത്തിക സഹായവും നിർത്തി. വെടിനിർത്തലിനും സേനാ പിന്മാറ്റത്തിനുമായി 2 പ്രമേയങ്ങൾ UN കൊണ്ടുവന്നു.
സോവിയറ്റ് യൂണിയൻ വീറ്റോ ചെയ്തു. ബ്രിട്ടനും ഫ്രാൻസും വിട്ടുനിന്നു. അങ്ങനെ ആ നീക്കം പാളി. പക്ഷേ നിക്സൺ വിട്ടില്ല. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ആണവശേഷിയുള്ള വിമാനവും വഹിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ ലക്ഷ്യം വെച്ച് നീങ്ങി. പാകിസ്ഥാന്റെ കീഴടങ്ങൾ വൈകിക്കലായിരുന്നു ലക്ഷ്യം. ഇന്ത്യ ഈ ഭീഷണി വകവെച്ചില്ല. സോവിയറ്റ് യൂണിയന്റെ പിന്തുണ വലിയൊരു ധൈര്യമായിരുന്നു. അവർ ജനറൽ മനേക്ഷായോട് പണി വേഗം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. 1971 ഡിസംബർ 16 ധാക്ക കീഴ്പ്പെടുത്തി. 93,000 പാക് ഭടന്മാർ ഇന്ത്യക്ക് മുന്നിൽ അപമാന ഭാരത്തോടെ കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 3 തവണ മാത്രമാണ് ലോകം ഇത്തരത്തിലെ സമ്പൂർണ്ണ കീഴടങ്ങൾ കണ്ടിട്ടുള്ളത്. അന്ന് ഇന്ദിര നയിച്ച ഇന്ത്യയുടെ കരുത്ത് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക വല്ലാണ്ട് ഇടപെടുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയും ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തകൾ തന്നെയാണ്.